മമ്മൂട്ടിയാണ് ഈ സ്റ്റൈലായിട്ട് കുപ്പായൊക്കെ ഇട്ട് നടക്കുന്ന പോലെ തന്നെ സ്റ്റൈൽ പേരിട്ടിരുന്നു ഒമർ ഷെരീഫ്. പിന്നെ സജിൻ എന്നായിരുന്നു നടനാണല്ലോ ഒമർ ഷെരീഫ്. സജിൻ എന്നായിരുന്നു ആദ്യത്തെ പടത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ പേരിട്ട് നടന്ന ഇപ്പൊ ഇങ്ങനെയൊക്കെ പേരിട്ട് നടന്ന ആളോടാണ് മമ്മൂട്ടി, നീ മമ്മൂട്ടി അല്ലേടാ എന്ന് ചോദിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിച്ചു. ഇപ്പൊ ലോകത്ത് മുഴുവൻ അറിയാം. ഇപ്പൊ ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് കുറിപ്പെഴുതി മുഹമ്മദ് കുട്ടി എന്ന പേര് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒമർ ഷെരീഫ് ആക്കിയത്. ആ ഒമർ ഷെരീഫിനെ മമ്മൂട്ടിയാക്കി ഇദ്ദേഹം. അതിനുശേഷം സിനിമയിൽ സജിനാക്കാൻ ശ്രമിച്ചപ്പോൾ ആ പേര് എന്നുള്ള തീരുമാനത്തിൽ മമ്മൂട്ടിയിലേക്ക് തന്നെ തിരിച്ചു. അതാണ്, അതായത് അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ പേര് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണല്ലോ. അപ്പം ഞാൻ മമ്മൂട്ടിയെ പറ്റി ചെറിയൊരു കുറിപ്പ് എഴുതിയപ്പോൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ എഴുത്തുകാരനാണല്ലോ, ഹരിവംശ് റായ് ബച്ചൻ. ഹിന്ദിയിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണ് ഹരിവംശ് റായ് ബച്ചൻ. വളരെ പൊയറ്റിക്കായിട്ടുള്ള പേരാണ് അദ്ദേഹത്തിനിട്ടത് അമിതാഭ്. അമിതാഭ് എന്ന് വെച്ചാൽ അമിതമായ ആഭയുള്ളവൻ എന്ന് വെച്ചാൽ ബുദ്ധൻ്റെ പേരാണ് അത്രേ. അത് അമിതമായ ആഭ എന്ന് വെച്ചാൽ നിറയെ പ്രകാശമുള്ളവൻ എന്നാണ് അർത്ഥം, പ്രകാശവലയുള്ളവൻ. അമിതാഭ് ബച്ചൻ, രൺദീപ് കപൂർ, ഋഷി കപൂർ, മറ്റേത് മറിച്ച് ഷാറൂഖ് ഖാൻ എന്നൊക്കെ പറയുന്ന കിടിലോൽക്കിടലും പേരുകൾക്കിടയിലേക്കാണ്. പിന്നെ നമ്മുടെ മോഹൻലാൽ ആണെങ്കിലും നല്ല പേരല്ലേ. മാത്രമല്ല ഈ മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത, മമ്മൂട്ടി എന്ന് പേരുള്ള എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. സാധാരണ എപ്പോഴും വ്യത്യസ്തനായി മാറി നിൽക്കുന്ന ഒരു പേരുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അതായത് മമ്മൂട്ടി എന്ന് വിളിക്കുക. മമ്മൂട്ടി എന്ന് വിളിക്കുന്നതാണ്, വിളിപ്പേരാണ്. മുഹമ്മദ് കുട്ടിയാണ് പേര്. ആ മുഹമ്മദ് കുട്ടി എന്നത് പേര് ഏറ്റവും കൂടുതൽ വിളിപ്പേരുള്ളത് മമ്മൂട്ടി എന്നാണ്. എന്തായാലും ആ പേര് പക്ഷേ ലോകം മുഴുവൻ അറിഞ്ഞു. ലോകം മുഴുവൻ BBC-യുടെ ഇൻ്റർവ്യൂവിൽ 10-40 കൊല്ലം മുമ്പ് അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള നന്നായി സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. മമ്മൂട്ടി എന്ന്, മിസ്റ്റർ മമ്മൂട്ടി എന്നൊക്കെ വിളിച്ചിട്ട് സായിപ്പ് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഹിന്ദിയിലെ ആളുകളുടെ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടൊരു പേര്